ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ ചർച്ചകളാണ് ഇപ്പോൾ സിനിമ ലോകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. മെല്ലെ മെല്ലെ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് പറയുകയും അതിന് മറുപടി പറയുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് സിനിമാ സംഘടനകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ എന്ന താര സംഘടനയാണ്. താരസംഘടന ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അതിനിടയിൽ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് അമ്മ ഭാരവാഹികൾ തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. തൽക്കാലം മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല, ജനങ്ങളോട് സംസാരിക്കേണ്ടതില്ല, ഒരു മറുപടിയും പറയേണ്ടതില്ല എന്ന നിലപാടാണ് അമ്മ ഭാരവാഹികൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ചർച്ചകൾ ഒരു ഭാഗത്ത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുതിയ കുരുക്കിലേക്ക് അമ്മ എന്ന സംഘടന വീഴുന്നത്. പുതിയ പരാതി അമ്മയ്ക്കെതിരെ വരുന്നു. 2018 കൊടുത്ത പരാതി, ആ പരാതി സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. അതിനുശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതേ പരാതി വീണ്ടും അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നു ഒരു നടി. അവർക്ക് ജോലി ചെയ്തതിന് പ്രതിഫലം കിട്ടിയില്ല എന്നാണ് അമ്മയ്ക്ക് മുന്നിൽ കൊടുത്ത പരാതിയെങ്കിലും എന്തുകൊണ്ടാണ് അവർക്ക് പ്രതിഫലം ലഭിക്കാത്തത് എന്നതിനുള്ള കാരണവും പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 2006 നടന്ന സംഭവമാണ്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അമ്മയ്ക്ക് ഈ മാസം 20 എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടി പരാതി നൽകുന്നത്. 2006 ഒരു ദുരനുഭവം അത് വിവരിക്കുന്നുണ്ട് നടി ഈ പരാതിയിൽ. ഇവർക്ക് നേരത്തെ പറഞ്ഞു, ആ സിനിമയിൽ അഭിനയിച്ചു, 2 സിനിമയിൽ അഭിനയിച്ചു, കൃത്യമായ പ്രതിഫലം നൽകിയില്ല. പ്രതിഫലം നൽകാത്തതിന് കാരണം എന്താണ്? സിനിമാ സംവിധായകൻ ഇവർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ മുട്ടുന്നു. വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറക്കുന്നില്ല. തുറക്കാത്തതിൻ്റെ പ്രതികാരമാണ് ഈ തുക നൽകാത്തത് എന്നാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിനിമാ സംവിധായകൻ കതകിൽ മുട്ടിയെന്ന വെളിപ്പെടുത്തലുമായി നടി 2006 ദുരനുഭവമാണ് നടി വെളിപ്പെടുത്തിയത്. കതക് തുറക്കാത്തതിലെ വിരോധം കാരണം സിനിമയിലെ രംഗങ്ങൾ വെട്ടിച്ചുരുക്കി. ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ലെന്നും നായിക നടി ചൂണ്ടിക്കാട്ടുന്നു. ലൈംഗികാതിക്രമ ശ്രമവും പ്രതിഫലവും നൽകാത്തതും സൂചിപ്പിച്ച് നടി 2018 താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകി. പരാതി നൽകുന്നത് 2018. ഒരു നടപടിയും അമ്മ എന്ന സംഘടന സ്വീകരിച്ചില്ല. 2018 ഇത്തരമൊരു പരാതി നൽകിയതിന് ശേഷം അത് ഒതുക്കി തീർക്കാനാണ് അമ്മ എന്ന സംഘടന ശ്രമിച്ചത് എന്ന ഗുരുതരമായ ആരോപണവും നായിക നടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഷൂട്ടിങ്ങിനോട് അനുബന്ധിച്ച് താമസിച്ചിരുന്ന ഹോട്ടലിന്റെ വാതിലിൽ അർദ്ധരാത്രിയോടെ മുട്ടുകയായിരുന്നു. 3-4 ദിവസം ഇത് ആവർത്തിച്ചു. ആരാണ് തന്റെ മുറിയുടെ വാതിലിൽ മുട്ടുന്നതെന്ന് ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു. ചിത്രത്തിന്റെ സംവിധായകനാണ് വാതിലിൽ മുട്ടിയതെന്നാണ് ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും അറിയിച്ചതെന്നും നടി ഈ പരാതിയിൽ വ്യക്തമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചു കൊണ്ടിരുന്ന നടനോട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹായത്തോടെ ആ ഫ്ളാറ്റിലേക്ക് മാറിയാണ് രക്ഷപ്പെട്ടത് എന്ന് പരാതിയിൽ പറയുന്നു നായിക നടി. ഈ സംഭവത്തിന് പുറമെ താൻ അഭിനയിച്ച 2 ചിത്രങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചില്ലെന്നും നടി പരാതിയിൽ കൃത്യമായും പറയുന്നുണ്ട്. ആദ്യ സിനിമയിൽ പുതുമുഖമായതിനാൽ അമ്മയെ പരാതിയുമായി സമീപിച്ചപ്പോൾ ഇപ്പോൾ പരാതിയുമായി പോയാൽ കരിയറിനെ ബാധിക്കുമെന്നും അതിനാൽ സിനിമയുമായി സഹകരിക്കാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നും നടി പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും അമ്മയ്ക്ക് മുമ്പിൽ നടിമാർ കൊടുക്കുന്ന പരാതികൾ, നടന്മാർ കൊടുക്കുന്ന പരാതികൾ, ഇതൊക്കെ ഒതുക്കി തീർക്കുന്ന സംഘടനയായി മാറി അമ്മ എന്നാണ് ഈ നായിക നടിയുടെ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഒതുക്കി തീർത്ത് സംവിധായകരെ, നടന്മാരെ ഒക്കെ രക്ഷപ്പെടുത്തുക, പ്രബല വിഭാഗത്തെ രക്ഷപ്പെടുത്തുക, ഇതാണ് അമ്മയുടെ കളി. ഈ പ്രബല വിഭാഗമാണ് അമ്മയെപ്പോലും നിയന്ത്രിക്കുന്നത് എന്നാണ് നടി പരാതിപ്പെട്ടിരിക്കുന്നത് 2018. ഇത്തരമൊരു മറുപടി ലഭിച്ചതിനെ തുടർന്ന് പരാതിയുമായി മുന്നോട്ട് പോയില്ല എന്ന് നടി വ്യക്തമാക്കുന്നു. അടുത്ത സിനിമയിലും പറഞ്ഞുറപ്പിച്ച പ്രതിഫലം തരാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഇടയ്ക്ക് വെച്ച് ഷൂട്ടിങ്ങിന് പോയില്ല. ഇതേ തുടർന്ന് പരാതിയുമായി മുന്നോട്ട് പോയില്ല. അടുത്ത സിനിമയിലും പറഞ്ഞുറപ്പിച്ച പ്രതിഫലം തരാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഇടയ്ക്ക് വെച്ച് ഷൂട്ടിങ്ങിന് പോയില്ല. ഇതോടെ ചിത്രീകരണം മുടങ്ങുമെന്നായതോടെ പകുതി പ്രതിഫലം നൽകി. ബാക്കി പണം ഇതുവരെ കിട്ടിയില്ലെന്നും നടി പറയുന്നു. ആദ്യ സിനിമയിലെ അഭിനയിച്ചതിന് ചില്ലിക്കാശ് പോലും നൽകിയിട്ടില്ല എന്ന് നടി പറയുന്നു. കതകിൽ മുട്ടിയപ്പോൾ തുറക്കാത്തത് മൂലം ആ സിനിമയുടെ സംവിധായകൻ പ്രതികാര ബുദ്ധിയോടെയാണ് സെറ്റിൽ തന്നോട് പെരുമാറിയത് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് നടി. സീനുകൾ വിശദീകരിച്ച് നൽകാനോ മുഖത്ത് നോക്കുവാനോ പോലും കൂട്ടാക്കിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടി വീണ്ടും അമ്മയെ സമീപിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അമ്മ 2018 പരാതി
ലഭിച്ചതിന് ശേഷം ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതിനു മുമ്പും പരാതി പറഞ്ഞു. അത് നേരിട്ട് പോയി പറയുകയാണ് ചെയ്തത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. പുതുമുഖ നടിയാണ്, നിങ്ങളിപ്പോൾ പരാതിയുമായി പോയാൽ നിങ്ങളുടെ കരിയർ എന്നെ തന്നെ ബാധിക്കും, അതുകൊണ്ട് പരാതി ഒന്നും പറയേണ്ട, സിനിമയോട് സഹകരിക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത്തെ സിനിമയിലും പൈസ കിട്ടിയില്ല, പ്രതിഫലം കിട്ടിയില്ല. അപ്പോൾ പകുതിക്ക് ശേഷം ഷൂട്ടിങ്ങിന് പോകാതിരുന്നു. അപ്പോഴാണ് പകുതി പൈസ തന്നത്. അതിനുശേഷം ബാക്കി പൈസ കൊടുത്തതുമില്ല. അതിനുശേഷമാണ് പ്രതികാര ബുദ്ധിയോടെ കൂടി പെരുമാറുന്ന സംവിധായകനെ കാണുന്നത്. ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടുകയും തനിക്ക് ലഭിക്കാനുള്ള പ്രതിഫലം വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അമ്മയോട് ഈ നായിക നടി. പക്ഷേ ഒരു ഇടപെടലും അമ്മ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം, അതുവരെ ചർച്ചയായതിനു ശേഷം നടി വീണ്ടും അമ്മയെ സമീപിക്കുന്നത്. ഈ മാസം 20-നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എന്ത് നടപടി അമ്മ സ്വീകരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. സ്വാഭാവികമായും അമ്മ ഇപ്പോൾ മാധ്യമങ്ങളെ ഒന്നും കാണാതിരിക്കുകയാണ്. ഈ പരാതിക്ക് പരിഹാരം കാണാൻ അമ്മ തയ്യാറാകുമോ, താരസംഘടന തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതല്ല നേരത്തെ പോലെ ഒഴിഞ്ഞു മാറി നടക്കാനാണോ അമ്മ താരസംഘടന തയ്യാറാകുക, ഭാരവാഹികൾ തയ്യാറാകുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിച്ച് ഈ നടിയുടെ പ്രതിഫലം ആരിൽ നിന്നാണോ ലഭിക്കേണ്ടത് അത് വാങ്ങിക്കൊടുക്കാൻ അമ്മ മുൻകൈയെടുക്കും എന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ അമ്മ വീണ്ടും സംശയത്തിന്റെ നിഴലിലാകും, താരസംഘടന വീണ്ടും സംശയത്തിന്റെ നിഴലിലാകും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ്, പ്രതിഫലം കൃത്യമായും വാങ്ങിക്കൊടുക്കാൻ താരസംഘടന ഇടപെടും എന്ന പ്രതീക്ഷയിലാണ് നായിക നടി വീണ്ടും താരസംഘടനയായ അമ്മയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. എന്തൊക്കെയായാലും തീരുമാനമെടുക്കാതിരിക്കാൻ, ഒന്നിക്ക് തള്ളാൻ അല്ലെങ്കിൽ കൊള്ളാൻ താരസംഘടനയായ അമ്മയ്ക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ അതും വലിയ ചർച്ചയാകാനാണ് സാധ്യത. Yep.